കൊച്ചിയിൽ ഇ.ഡി. ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് കേസെടുത്ത വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് എന്ന കശുവണ്ടി വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ഏജന്റുമാർ മുഖേന എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഇ.ഡി. കേസിൽ ഉൾപ്പെടുത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. അതിൻ്റെ പേരിൽ വിജിലൻസ് ഇപ്പോൾ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഇ.ഡി. എന്ന് പറയുന്നത് ഇവിടെയുള്ള കള്ളപ്പണ കേസ് എല്ലാം പിടിക്കാൻ വേണ്ടി അത്രയധികം അധികാരം സർക്കാർ കൊടുത്ത ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ തലപ്പത്തുള്ളവർ തന്നെയാണ് ഇപ്പോൾ അഴിമതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. വെയിൽ തന്നെ വിളവ് തന്നെയാണോ? വെയിൽ തന്നെ വിളവ് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇവിടെ കാണുന്നത് ഒരു ചെറിയ സംഗതി മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്തതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്, ഇനി ആ പണി പറ്റില്ല എന്ന് പറയുകയും ഇതുവരെ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നല്ലോ. എന്നിട്ട് ആ ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ കൗതുകരമായിട്ട് കണ്ടൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചില പരിശോധനകൾ നടത്തുന്നു, കേസെടുക്കുന്നു. അതിന് തൊട്ട് പുറകെ BJPയുടെ ഇലക്ട്രൽ ബോണ്ട് വഴി BJPയുടെ ഖജനാവിലേക്ക് ഈ കമ്പനി പണം നിക്ഷേപിക്കുന്നു എന്നുള്ള കൗതുകരമായ കാഴ്ച നമ്മളവിടെ കണ്ടിരുന്നു. അപ്പോൾ ഏതാണ്ട് 45 കമ്പനികൾ 400 കോടി രൂപ ഇങ്ങനെ BJPയുടെ ഇലക്ട്രൽ ബോണ്ട് വഴി BJPയിലേക്ക് പണം നിക്ഷേപിച്ചു അല്ലെങ്കിൽ പണം കൈമാറി എന്നാണ് അന്ന് പുറത്തുവന്ന വിവരങ്ങൾ. ഈ ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കിയ സുപ്രീം കോടതി എന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനെയുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല. അതിനെക്കുറിച്ചൊരു അന്വേഷണവും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ ഇത് എന്താ പറയുക, ഇ.ഡി. ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടതെന്ന് നയപരമായി തന്നെ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരികയും അതിനെ ടാപ്പ് ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികളെ ഉപയോഗിക്കുകയും കേന്ദ്ര സർക്കാർ ചെയ്തത്. അപ്പോൾ ഇതൊരു നയപരമായ പരിപാടിയാണ്. BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു നയപരമായ രീതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ താഴെയും ഇത് നടന്നുകൂടെ എന്ന് സ്വാഭാവികമായിട്ടും അവരാലോചിക്കാം. ഇത് മാത്രമല്ല BJP സർക്കാർ ചെയ്തത്. ഇപ്പോൾ പ്രഫുൽ പട്ടേൽ, NCPയുടെ നേതാവായിരുന്ന പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന പഴയ വ്യോമയാന മന്ത്രി, അദ്ദേഹത്തിനെതിരെ ഇ.ഡി. കേസെടുക്കുന്നു. അതായത് അദ്ദേഹം വ്യോമയാന മന്ത്രിയായിരിക്കെ നടന്ന ചില ഇടപാടുകളിൽ കള്ളപ്പണ ഇടപാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസെടുക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പ്രഫുൽ പട്ടേൽ NCP വിട്ട് BJPയിലേക്ക് വരുന്നു. അതോടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് അവസാനിപ്പിക്കുന്നു. ശിവസേന നേതാവുള്ള നാരായൺ റാണെ, അദ്ദേഹത്തിനെതിരെയും ഇതേപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നു. നാരായൺ റാണെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതോടുകൂടെ ആ കേസ് അവസാനിക്കുന്നു. ഇങ്ങനെ പല നേതാക്കളെ നമുക്ക് കാണാം. ബംഗാളിൽ ശാരദ ചിറ്റ് ഫണ്ട്സ് സ്കാമിൻ്റെ ഭാഗമായിട്ട് ആദ്യം CBI കേസെടുക്കുന്നു, പുറകെ ഇ.ഡി. വരും എന്ന് പറയുന്നു, ഇ.ഡി. വരുന്നു. അതോടെ ആ കേസിൽ ആരോപണമെതിരായിട്ടുള്ള നേതാക്കൾ കൂട്ടത്തോടുകൂടെ BJPയിൽ ചേരുന്നു. അതോടെ ആ കേസ് തേച്ചു വച്ച. അപ്പോൾ ഈ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് കേസെടുക്കേണ്ടത്, അവരെങ്ങനെയാണ് വൈറ്റ് വാഷ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വൈറ്റ് വാഷ് ചെയ്യേണ്ടത്, ഇത് ഇ.ഡി. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കേസെടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് BJPയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതെന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുക. കുറേ കാലം ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് എന്തിനാ വെറുതെ നാട്ടുകാരുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു BJPയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് അവർ സ്വാഭാവികമായി ചിന്തിച്ചു കാണും. അതിൻ്റെ ബാക്കിയായിരിക്കണം ഒരുപക്ഷെ ഇവിടെ നടന്നിട്ടുണ്ടാവുക. കാരണം ഇത് വളരെ ഈസിയാണല്ലോ. കാരണം ഒരു കേസ് എടുക്കുന്നു, ആ കേസ് കുറേ കാലം ഇങ്ങനെ എന്താ പറയുക, സമൻസ്, അന്വേഷണം, ഇതൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇത് സെറ്റിൽ ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ മതി എന്ന് ആവശ്യപ്പെടുകയും പൈസ കൊടുക്കാൻ ആളുണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതൊരു പക്ഷേ മുൻപും പല കേസുകളിലും നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇതിപ്പോൾ നമ്മൾ കൊച്ചിയിൽ കാണുന്നത് ഇത് കൂട്ടത്തോടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു കേസ് മാത്രമല്ല. ഒരു കേസ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ സമാനമായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പുറത്തേക്ക് വരിക. ഈ കേസിൽ അറസ്റ്റിലായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഈ ഹൈ പ്രൊഫൈലായിട്ടുള്ള കേസുകളുടെ ലിസ്റ്റ് കണ്ടുപിടിക്കണം. അതായത് ഇതിങ്ങനെ സെറ്റിൽ ചെയ്യാൻ പാകത്തിന് പൈസ മേടിച്ച് സെറ്റിൽ ചെയ്യാൻ പാകത്തിന് എത്ര കേസുണ്ടെന്ന് പരിശോധിക്കാൻ അല്ലെ പഠിക്കാൻ ശ്രമം നടന്നു എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അയച്ചവരുടെ പേരുകളൊക്കെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നാണ്. അപ്പോൾ എന്താണോ കേന്ദ്ര ഗവൺമെൻറ്റും BJPയും കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഉദ്യോഗസ്ഥർ താഴെ തട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ കൊച്ചിയിലെ കേസ് മാത്രമാണ്. ഇതിനേക്കാൾ ഹൈ പ്രൊഫൈലായിട്ടുള്ള ഇ.ഡി. കേസുകൾ നടക്കുന്ന വലിയ പട്ടണങ്ങളുണ്ട്. ഇപ്പോൾ ചെന്നൈ, മുംബൈ,
അങ്ങനെയുള്ള പട്ടണങ്ങളിലൊക്കെ ഇതിനേക്കാൾ ഹൈ പ്രൊഫൈലായിട്ടുള്ള ഇ ഡി കേസുകൾ നടക്കുന്നുണ്ടാവുമല്ലോ. അവിടെയൊക്കെ ഏത് വിധത്തിലായിരിക്കും സെറ്റിൽമെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഉദ്യോഗസ്ഥരെ കുറ്റം പറയില്ല, കാരണം വെച്ചാൽ അവരുടെ സർക്കാർ, അവരെ ഇപ്പോൾ ഗവേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പോളിസി നടപ്പാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. പക്ഷേ ഇ ഡിയെ നമ്മളങ്ങനെ ഇത്തരം കേസുകൾ അങ്ങനെ നമ്മൾ നിസ്സാരമാക്കി തള്ളിക്കളയേണ്ടതല്ലല്ലോ. കാരണം PMLA അടക്കം വളരെ ഗുരുതരമായ, അത്രയും കർശനമായ, പെട്ടുപോകുന്ന, പല കുടുംബങ്ങളെയും തകർക്കുന്ന, ബിസിനസ്സുകൾ തകർക്കുന്ന ഓരോ ഇടപെടലുകളാണ് ഇ ഡിയുടെ ഇടപെടലുകൾ കൂടി സംഭവിക്കുക. ഇതിപ്പോൾ കൊച്ചിയിൽ കേസ് വന്നു, ഇതിനു മുമ്പ് ഷിംലയിൽ ഇതുപോലെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്, ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, മണിപ്പൂരിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇ ഡി എന്ന് പറയുന്ന അത്രയും ക്രെഡിബിളായ ഒരു ഏജൻസിയായി വരേണ്ട ആളുകളുടെ ഉദ്യോഗസ്ഥർ ഈ രൂപത്തിൽ മാറുക എന്ന് പറയുന്നത് ഇത് കോടതി ഇടപെട്ടിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല. പരിഹരിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതൊരു ടാർഗറ്റ് ചെയ്യാനും ഉപയോഗിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഏജൻസികൾ. അത് ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പൊളിറ്റീഷ്യൻസിന് മാത്രമല്ല, വിവിധ വ്യവസായ ഗ്രൂപ്പുകളെ, അതായത് ഭരിക്കുന്ന പാർട്ടിക്കോ അവരുടെ സൗകര്യത്തിനോ വേണ്ടി ഈ പറയുന്ന വ്യവസായ ഗ്രൂപ്പുകളെ പോലും വഴങ്ങിക്കൊടുക്കാൻ പാകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുകയായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. നമുക്കറിയാം അങ്ങനെ ഒരു ഏജൻസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഏജൻസി എത്തിപ്പെടുന്ന അവസ്ഥ ഇതാണ്, അതിൽ ആ ഉദ്യോഗസ്ഥർ എത്തിപ്പെടുന്ന അവസ്ഥ ഇതാണ്. അപ്പം ഇതിനെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം വെച്ചാൽ കുറേ കാലമായിട്ട് ഈ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിൽ പല ആളുകളെ ടാർഗറ്റ് ചെയ്യുകയും അവരുടെ നിന്ന് എക്സ്റ്റോർഷൻ റാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക എന്ന് പറയുന്നതാണ് എക്സ്റ്റോർഷൻ റാക്കറ്റ് എന്ന് പറയുന്ന ആളുകളുടെ പണി. അതേ പണിയാണല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് ഈ സർക്കാർ എടുത്തുകൊണ്ടിരുന്നത്. ഒന്നുമില്ല, എക്സ്റ്റോർട്ട് ചെയ്തിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുക, അല്ലെങ്കിൽ എക്സ്റ്റോർട്ട് ചെയ്തിട്ട് അപ്പുറത്തുള്ള നേതാക്കളെ ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, അതിൻ്റെ എല്ലാ റാങ്ക് ആൻഡ് ഫയലിലും എത്തിയിരിക്കുന്നു. അപ്പം അത് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അത്ര ഡീപ്പായിട്ട് അതിനെ ഡിഗ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പം അത്രയും സീരിയസ് ആയിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സാലിം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എന്താ പറയുക ജുഡീഷ്യൽ സിസ്റ്റം തന്നെ ഇതിനകത്ത് ഇടപെടേണ്ടി വരും. അല്ലാതെ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന സംസ്ഥാന വിജിലൻസിൻ്റെ അന്വേഷണം കൊണ്ടൊന്നും ഇത് എങ്ങും എത്തില്ല. കാരണം ഇതിനൊക്കെ മെറ്റീരിയൽ പ്രൂഫ് വേണമല്ലോ. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഇത് PMLA പ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കണം എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് കേരളത്തിലെ കൊടകര കള്ളപ്പണ കേസിൽ ഞങ്ങൾ അതിൻ്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊണ്ട് കോടതി കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് കോടതി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിട്ട് നമ്മുടെ അറിവിലില്ല. ഇതിൻ്റെ സോഴ്സിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് കോടതി ചോദിച്ചായിട്ട് നമ്മുടെ അറിവില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഡീഷ്യൽ സിസ്റ്റം എത്രത്തോളം ഗൗരവത്തിൽ ഈ പറയുന്ന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അല്ല ഈ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ശരിയാണെന്നുള്ളൊരു മട്ടിലാണോ ജുഡീഷ്യൽ സിസ്റ്റം എടുക്കുന്നതെന്നും നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ജുഡീഷ്യൽ സിസ്റ്റം എടുക്കാത്തടത്തോളം കാലം ഇത് നമ്മളുടെ വിജിലൻസ് അന്വേഷിക്കുകയും കുറച്ച് ദിവസത്തേക്ക് ഒരു വാർത്തയായി നിൽക്കുകയും ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ, അദ്ദേഹമാണ് കൊടകര കുഴൽപ്പണം കേസ് അന്വേഷിച്ചിരുന്നത്. ഈ കേസ് വന്ന ഉടനെ തന്നെ BJP മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞത്, അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പോലീസുകാർ പല കേസിലും ഉൾപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ ഒരു സംഭവമായിട്ട് കണ്ടാൽ മതി എന്നൊക്കെയാണ്. ഇതിനെങ്ങനെയാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്? അല്ല, അതിപ്പോൾ അങ്ങനെ അവർ പറയുള്ളൂ. അതിപ്പോൾ എന്താ പറയുക, 2002 ഗുജറാത്ത് വംശഹത്യ ശ്രമത്തിന് ശേഷം അതിൽ അലിഗേറ്റഡ് ആയിട്ടുള്ള സകല ഉദ്യോഗസ്ഥർക്കും ഒന്നുമില്ല അവരുടെ സർവീസ് കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് അത്യാവശ്യം കൊള്ളാവുന്ന പോസ്റ്റുകളിൽ നിയമിച്ചിട്ടുണ്ട്. ചില ആളുകളെ അംബാസിഡർമാരായിട്ട് നിയമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഉദ്യോഗസ്ഥരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിന് അവിടെ മാതൃകകളുണ്ട്. അത് സുരേന്ദ്രൻ അറിയാവുന്നതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞ പല ഉദ്യോഗസ്ഥർ പല കേസ് അന്വേഷിക്കുക. അത് നമ്മളുമായിട്ട് ബന്ധമില്ല. ഈ ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്നുള്ളത് കൂടിയാണ് എൻ്റെ മലയാളം. ഈ ഉദ്യോഗസ്ഥനെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് നമുക്കറിയാം. അയാളെ തിരിച്ചെങ്ങനെ സർവീസിൽ എന്താ പറയുക റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് നമുക്കറിയാം. അതിൻ്റെ വേറൊരു ഭാഷയാണ് സുരേന്ദ്രൻ സംസാരിക്കുന്നത്. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. രാകേഷ് അസ്താന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് CBIയുടെ ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തുന്നതെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഏത് വിധത്തിലാണ് ഇവരെ സെർവ് ചെയ്യുന്നത്, ഏത് വിധത്തിലൊക്കെയാണ് ഈ പറയുന്ന BJPയുടെ റാങ്ക് ആൻഡ് ഫയലിലുള്ള നേതാക്കളെ സെർവ് ചെയ്ത് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇത് കിട്ടുന്നത്. ഏതാണ്ട് അതേ സംഗതി ഇവിടെയും ഈ പറയുന്ന ശേഖർ കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് വേണം നമ്മൾ സുരേന്ദ്രൻ്റെ പ്രസ്താവനയെ കാണാൻ. അപ്പം അതുകൊണ്ട്
അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ വിജിലൻസ് ഒക്കെ നടത്തുന്ന അന്വേഷണം ഇപ്പോൾ ഒരു വാർത്തയാവും, ഒരു ഡിസ്കഷൻ ആവും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് നേരത്തെ മുതലുള്ള അവരുടെ കാര്യത്തിൽ നേരത്തെയുള്ള അവിശ്വാസം അത് കുറെ കൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടും. അത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്ന 100% ഉറപ്പുള്ളതുകൊണ്ടാണ് സുരേന്ദ്രൻ പറയുന്നത് പല പോലീസ് ഉദ്യോഗസ്ഥർ പല കേസ് അന്വേഷിക്കും, അതും ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത്. മിനിമം എന്താ പറയുക, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ അലിഗേഷൻ നേരിടുന്ന ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നെങ്കിലും പറയുമല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ പറയുന്നത്. പല ഉദ്യോഗസ്ഥർ പല കേസ് അന്വേഷിക്കും, അതും ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായ ഒരു മെസ്സേജ് ഉണ്ട്, ഒന്നുമല്ല, ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള സംരക്ഷണം ഉണ്ടാകും എന്നുള്ള സന്ദേശം പറയാതെ പറയുകയാണ് സുരേന്ദ്രൻ ചെയ്യുന്നത്. ഇപ്പോൾ ED കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ് എന്നുള്ള ആരോപണം പലപ്പോഴും ഉണ്ട്. അതായത് ED എടുത്ത കേസുകളിൽ വിചാരണ പൂർത്തിയാക്കിയത് വളരെ തുച്ഛമായ വിരലെണ്ണാവുന്ന കേസുകളാണ്. അതുപോലെ തന്നെ 0.5% കൺവിക്ഷൻ റേറ്റാണ് ഇതുവരെ EDയുടെ കേസുകളിൽ വന്നിട്ടുള്ളൂ. അതുതന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ മാത്രമേ ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള കേസുകളിലുള്ളൂ. BJPയുടെയോ മറ്റു പാർട്ടി അനുഭാവികളുടെയോ ഒരാൾക്ക് നേരെ ഇതുവരെ കേസ് വന്നിട്ടില്ലതാണ്. തമിഴ്നാട്ടിൽ EDയുടെ ഒരു ഉദ്യോഗസ്ഥനെ തമിഴ്നാട് വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നൊരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ EDയുടെ ഈ കൊള്ളരുതായ്മകൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നു വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ എന്ന് വരുമ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഈ ഒരു പ്രതിഷേധം വഴിയെങ്കിലും EDയുടെ ഈ ഒരു അക്രമപരമായ സമീപനത്തെ തടയാനുള്ള എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല. കാരണം ED കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ ടൂളാണ്. ഇതിൻ്റെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ED അന്വേഷിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയതിൽ 99% പ്രതിപക്ഷ നേതൃനിരയിലുള്ള ആളുകളായിരുന്നു. അതിൻ്റെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 0.5%-ലും താഴെയാണ്. അതിൽ തന്നെ ഈ ED അന്വേഷണത്തിന് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PMLA പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നേരിട്ട് ട്രയലിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ട്രയലിലേക്ക് പോകുന്നതിന് കുറേ സമയം എടുക്കുമല്ലോ. ഇതിനിടയിൽ ഈ സ്വത്ത് മരവിപ്പിക്കലുണ്ടാവും, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും, സ്വത്തുകൾ മരവിപ്പിക്കും, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുന്ന ആളുകൾ മുഴുവൻ വലിയ തോതിലുള്ളൊരു ട്രാപ്പിലേക്കാണ് എത്തിപ്പെടുക. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ ED ചെയ്യുന്നത്. ഇത് ട്രയലിലേക്ക് പോലും എത്തുന്ന കേസുകളുടെ എണ്ണം പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ വളരെ ചുരുക്കുക. അങ്ങനെ ട്രയലിലേക്ക് എത്തിയതിൽ തന്നെ കൺവിക്ഷൻ റേറ്റ് വളരെ വളരെ ചുരുക്കമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും അതിൻ്റെ അന്വേഷണത്തെയും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അത് വളരെ സമർത്ഥമായി ഇത്രയും കാലം അവർ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് ചെയ്യും എന്ന് തന്നെ നമ്മൾ കരുതണം. കാരണം ഇപ്പോൾ ഷിംലയിൽ ഒരാൾക്കെതിരെ കേസുണ്ടായി, അറസ്റ്റുണ്ടായി. ചെന്നൈയിൽ ഒരാൾക്കെതിരെ കേസുണ്ടായി, അറസ്റ്റുണ്ടായി. ഇപ്പോൾ കേരളത്തിൽ അത് സംഭവിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരം സംസ്ഥാനങ്ങളുടെ എണ്ണം വളരെ ചുരുക്കമാണ് ഇപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ. ഒരു തമിഴ്നാടോ ഒരു കേരളമോ അല്ലെങ്കിൽ ഒരു പഞ്ചാബോ ഒക്കെ ഉണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. വേറെ സ്റ്റേറ്റുകളൊക്കെ BJP ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുത്തെ വിജിലൻസ് പോയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അഴിമതി ഇടപാട് അന്വേഷിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയരുത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അബറേഷനായി കണ്ടാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിജിലൻസിൻ്റെ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഇത് കണ്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണോ, അതിൽ ഈ അഴിമതി എന്ന് പറയുന്ന ഫാക്ടർ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താൻ പാകത്തിലൊരു ഹയർ അന്വേഷണം വേണം. അത് നടക്കില്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് നടന്നാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കുക. അതർവൈസ് ഇപ്പോൾ ഇത് കുറച്ചു കാലം വാർത്തയിലുണ്ടാവും, അത് കഴിയുമ്പോഴത്തേക്കും മാറും. ശേഖർ കുമാറിന് എന്താണോ പ്രൊട്ടക്ഷൻ വേണ്ടത് ആ പ്രൊട്ടക്ഷൻ കേന്ദ്ര സർക്കാർ കൊടുക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇത് മുമ്പോട്ട് പോകില്ല. അതുകൊണ്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് നടപടി ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ടൂൾ അതിൻ്റെ ഉപയോഗം അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മെസ്സി വരുമോ ഇല്ലെന്നുള്ള വിവാദത്തിൻ്റെ വിഷയത്തിൽ റിപ്പോർട്ടർ MD ആൻഡോ അഗസ്റ്റിൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ പെട്ടെന്ന് എടുത്ത് പൈസ കൊടുക്കാനൊന്നും പറ്റില്ല, EDയുടെ ഓഫീസിൽ പോയി ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ED വരും എന്നുള്ളത് അങ്ങനെ ഒരു പ്രയോഗമായി മാറിയ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ വ്യവസായി അനീഷ് എന്ന് പറയുന്ന ആൾ
വിജിലൻസിനോട് ഇത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് നല്ലൊരു സൂചന നമ്മൾ കാണേണ്ടത്. അതിനുശേഷം ഒരുപാട് പേര് ED ഞങ്ങളോട് കൈക്കൂലി ചോദിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നു. അപ്പോൾ ED വന്നാൽ തന്നെ, ED വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ബിസിനസ് തകരുന്നൊരു സാഹചര്യമാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഇത് തുറന്നു പറയുന്നു എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ. അതൊരു പ്രതീക്ഷയും അവരുടെ ഒരു ധൈര്യവും അംഗീകരിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ED വരാമല്ലോ അവരുടെ പുറകെ. അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ED വരുന്നു എന്നുള്ളതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഞാൻ പറയുന്നത് അവരുടെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് അവരെടുക്കുന്ന കേസ് മുഴുവൻ ഫുൾ പ്രൂഫ് ആണ് എന്നുള്ളത് കൊണ്ടോ അല്ല. ഈ കേസ് എടുത്താൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. കാരണം പിറ്റേ ആഴ്ച മുതൽ അവരുടെ സ്വത്തുക്കൾ മുതൽ ചിലപ്പോൾ മരവിപ്പിക്കപ്പെട്ടേക്കാം. അവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ എന്താ പറയുക, ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് പോകാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. പിന്നെ ഈ കേസൊക്കെ കഴിഞ്ഞ് അയാളത് തിരിച്ച് റിട്രീവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അയാൾ കുറ്റമുക്തനാക്കപ്പെട്ട് ഇത് റിട്രീവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ആ ബിസിനസ് റിട്രീവ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം വരും. ഇങ്ങനത്തെ ഒരുപാട് നൂലാമാലകളുണ്ട്. ഈ PMLA ആക്ടിനുള്ളൊരു പ്രശ്നമാണത്. വളരെ ഗുരുതരമായ പ്രഹരശേഷിയുള്ള വകുപ്പായിട്ട് അത് മാറിയിട്ടുണ്ട്. അതിനെ മാക്സിമം ഉപയോഗിക്കാൻ മീൻസ് വെറുതെ ഉപയോഗിക്കില്ല, ദുരുപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അധികാരത്തിലുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം അവിടെ ഉണ്ടായിരിക്കെ ഈ മനുഷ്യർ വന്നിട്ട് ഞങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഞങ്ങളോട് കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൊരു പക്ഷേ ഒരു ഗതിമുട്ടിയ സന്ദർഭത്തിൽ പറഞ്ഞതായിരിക്കാം. ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ധൈര്യത്തിലായിരിക്കാം ബാക്കി ആളുകൾ മുഴുവൻ അവരെന്നെ ഫോൺ വിളിച്ച് ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താനാണ് പറയുന്നതെന്നാണ്. അതെ, പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ആളുകൾ ഇത് പുറത്ത് പറയാൻ തയ്യാറാവുന്നു എന്നുള്ളത്. അവിടെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് കേരളത്തിലായതുകൊണ്ടും കേരളത്തിൽ ചിലപ്പോഴെങ്കിലും ഇതിനൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ടായേക്കാം എന്നുള്ളൊരു തോന്നലിനുമായിരിക്കും ഇത് പറയുന്നത്. ബാക്കിയൊരിടത്ത് ഇത് പറയുന്നുണ്ടാവില്ല, ബാക്കിയൊരിടത്ത് ഇത് പക്ഷേ പറയാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ആക്ടിവിറ്റീസിനെ വളരെ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുകയും അവരെടുത്ത കേസുകൾ കൃത്യമായിട്ട് പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമേ ഇതിനകത്തൊരു എന്താ പറയുക കൃത്യതയോടുകൂടെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള അവസ്ഥ വെച്ചുകൊണ്ട് ഇവരെടുക്കുന്ന കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക. കൺവിക്ഷൻ റേറ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം വെച്ചാണ് തീരെ കുറവാണ്. അപ്പോൾ ആ ഏജൻസിയുടെ വിശ്വാസ്യത അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ബേസ് ചെയ്തിട്ട് ജുഡീഷ്യറി ഇടപെട്ട് എന്തെങ്കിലും തരത്തിലൊരു അന്വേഷണം നടത്തി ഈ ഏജൻസി എന്താണ് ചെയ്യുന്നത്, ഈ ഏജൻസി ഇവരുടെ അസറ്റ് അന്വേഷിക്കണ്ടേ? ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ അസറ്റ്, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥരുടെ അസറ്റ് അന്വേഷിക്കണ്ടേ? ഇവർ വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്തുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അങ്ങനെ അറിഞ്ഞാൽ മാത്രമല്ലേ ആരന്വേഷിക്കും? PMLA ആക്ട് പ്രയോഗിച്ച് നിയമം നടപ്പാക്കാൻ ചുമതലപ്പെട്ട ഈ ഉദ്യോഗസ്ഥരുടെ മേൽ ആർക്കാണ് ഇനി അധികാരമുള്ളത്? അപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക നിസ്സീമമായിട്ടുള്ള ഒരു അധികാരം ഈ ഏജൻസിക്കും അതിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. അവർക്കൊരു പൊളിറ്റിക്കൽ പാട്രണേജ് കൂടെ കിട്ടിയാലോ? ഇതൊരു ഗുരുതരമായ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനെ ജുഡീഷ്യറി ഇടപെട്ടാൽ മാത്രമേ എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ അതിൻ്റെ ബെനിഫിറ്റുകളാണ് കഴിഞ്ഞൊരു 10 വർഷമായി ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, സർക്കാരിൻ്റെ തന്നെ പിന്തുണ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്കും അല്പം പണം ഉണ്ടാക്കിയേക്കാം എന്ന് ED ഉദ്യോഗസ്ഥർ ചിന്തിക്കുകയാണെങ്കിൽ അതിന് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഏതായാലും ഈ ഒരു അക്രമപരമായ സമീപനം അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. അത് ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.